സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ പുതുക്കിയ ടൈം ടേബിൾ നാളെ മുതൽ നിലവിൽ വരും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് സ്കൂൾ സമയം. സമസ്തയുടെ പരസ്യമായ എതിർപ്പും പ്രതിപക്ഷ അധ്യാപക സംഘടനകളുടെ പ്രതിഷേധവും ഉയർന്നുവെങ്കിലും സർക്കാർ മുന്നോട്ടു പോവുകയായിരുന്നു. ഇതു സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. 8 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സമയമാറ്റം നിലവിൽ വരുന്നത്. 220 പ്രവൃത്തി ദിവസങ്ങളും 1100 പഠന മണിക്കൂറുകളുമാണ് ഇനി മുതൽ ഉണ്ടാവുക. ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമനുസരിച്ചാണ് ഈ മാറ്റമെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. എന്നാൽ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്ത എതിർപ്പുമായി രംഗത്തുവരികയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമുള്ള വേദിയിൽ തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ സമയം വർദ്ധിപ്പിക്കുന്നത് മൂലം മതരംഗത്ത് പഠിക്കുന്ന 12 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് അത് പ്രയാസങ്ങളുണ്ടാക്കുമെന്നും അത് സർക്കാർ മനസ്സിലാക്കണമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി കടുംപിടുത്തമൊന്നും ഇല്ലെന്ന് അറിയിച്ചുവെങ്കിലും സർക്കാർ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. അരമണിക്കൂർ ഒരു ദിവസം കൂട്ടണം എന്നുള്ള നിലയിലുള്ള സംഗതിയാണ് വന്നത്. അത് 15 മിനിറ്റ് രാവിലെയും 15 മിനിറ്റ് വൈകുന്നേരവും എന്നുള്ള നിലയിലാണ് അത് ഗവൺമെൻറ് ഉത്തരവായി ഇറങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്കൂളുകളിലും ടൈം ടേബിൾ റീഅറേഞ്ച് ചെയ്യണം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം സർക്കുലർ വിദ്യാഭ്യാസ ഡയറക്ടർ ഉടനെ തന്നെ പുറപ്പെടുവിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയായതിനാൽ സർക്കാർ നിലപാട് എന്തായിരിക്കുമെന്ന് കാത്തിരിക്കുകയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ. സമയമാറ്റത്തിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയാൽ അത് പ്രീണനമായി വ്യാഖ്യാനിക്കപ്പെടും. സമയമാറ്റത്തിൽ ഉറച്ചുനിന്നാൽ ഇത്രയും കടുംപിടുത്തം ആവശ്യമുണ്ടോ എന്നും ചോദ്യങ്ങളുയരും. ATK ന്യൂസ്, തൃശൂർ.